നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, BJP ഒരു സമരം ഏതാണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി വികസന വിഷയങ്ങൾ മാത്രം പറഞ്ഞിരുന്ന BJP സാമൂഹ്യ വിഷയങ്ങളിലേക്ക് ഒരു സമരവുമായി വരുന്നു. സമരത്തെക്കുറിച്ച് സമരം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. സമരത്തെക്കുറിച്ച് എനിക്കെതിരെ അഭിപ്രായമുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടാണ്. എല്ലാ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കണമെന്ന ഒരു അഭിപ്രായമുള്ള ആളല്ല ഞാൻ. ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്നും സൗജന്യം വാങ്ങിച്ച് വീണ്ടും പോവുക എന്ന് പറയുന്നത് അതിനെ അംഗീകരിക്കുന്ന ഒരാളല്ല ഞാൻ. കഷ്ടപ്പെടുന്നവരും ബുദ്ധിമുട്ടുള്ളവരും മാർഗമില്ലാത്തവരുമായുള്ളവർക്ക് സൗജന്യ യാത്രയാകാം എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി BJP സാമൂഹ്യ വിഷയങ്ങൾ ഇടപെടുന്നില്ല. ഇപ്പോൾ ഒരു പുതിയ സമരം നാളെ, അതായത് പറയുന്നത് കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകും എന്ന് പ്രകടന പത്രികയിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരുന്നു. കഴിഞ്ഞ 10 ദിവസമായി മുഖ്യമന്ത്രിയാകാത്തത് കൊണ്ട് ആ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് ആ പോസ്റ്ററുകളിൽ തന്നെ പറയുന്നുണ്ട്. ഒരു സർക്കാർ മാറി വേറൊരു സർക്കാർ വരുമ്പോൾ ചിലപ്പോൾ 10 ദിവസമോ 15 ദിവസമോ ഒക്കെ എടുത്തെന്നും ഇരിക്കും. അങ്ങനെ വന്നിട്ടുള്ള സർക്കാരുകളുണ്ട്. ഇത് ആദ്യമായല്ല 10 ദിവസം വന്നിട്ടുള്ളത്. നേരത്തെ 2 തവണ 16 ദിവസവും 18 ദിവസവും ഒക്കെ കഴിഞ്ഞ് സർക്കാർ നിലവിൽ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു സമരം ഇന്ന് നാളെയാണെന്ന് തോന്നുന്നു. KSRTC ബസ്സുകളിൽ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ കയറി പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ്. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നു. ഏതായാലും ഈ സമരം വളരെ അപഹാസ്യമായ ഒരു സമരമല്ല. ഇതേ സെയിം അവസ്ഥയല്ലേ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ CPM BJPയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു മണ്ടത്തരം തീരുമാനം? ഇത് ആരുടെ തലയിൽ വിരിഞ്ഞ തീരുമാനമാണെങ്കിലും അത് വലിയ മണ്ടത്തരമായ ഒരു തീരുമാനവും ഒരു സമരവും അല്ലേ? അല്ല, ശരിക്കും ഇതിനകത്തൊരു സാങ്കേതിക പ്രശ്നമാണ്. ശ്രീലയ്ക്ക് അറിയാം, ശ്രീല നിയമസഭയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളല്ലേ. അതായത് നമുക്ക് കേട്ട സത്യം പറഞ്ഞ അല്ലല്ല, ഇന്ത്യ ഭരിക്കുന്ന ദേശീയ പാർട്ടിക്കുണ്ടായിരിക്കുന്ന കേരളത്തിലുണ്ടായിരിക്കുന്ന അപജയം ആണ് സത്യത്തിൽ എനിക്ക് വാസ്തവം BJP നേതാക്കളോട് സഹതാപം തോന്നുന്നു. സത്യം. കാരണം ഇത് ഒരു MLA എങ്കിലും ഉണ്ടായിരുന്നതാണ്. ഇപ്പം 3 പേര് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നിയമസഭാ നടപടിക്രമങ്ങളെക്കുറിച്ചോ ഈ കീഴ്വഴക്കങ്ങളെക്കുറിച്ചോ ഒന്നും യാതൊരു ധാരണയും ഇല്ലാത്ത, ഭരണക്രമത്തെക്കുറിച്ച് ഒന്നും ഒരു അറിവുമില്ലാത്ത കുറേ ആൾക്കാരാണ് BJPയെ നയിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം, V. മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സാർ, K. സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, അവരൊന്നും ഈ മണ്ടത്തരം കാണിച്ചിട്ടില്ല. അതാണ് ഇത്. രാജീവ് ചന്ദ്രശേഖരന്റെ മണ്ടത്തരമല്ല, ഞാൻ അദ്ദേഹത്തെ പറയില്ല, അദ്ദേഹം അല്ല, ഇത് വേറെ ആരോ. അത് ഓർഗനൈസിംഗ് സെക്രട്ടറി ആകാം, മറ്റേതെങ്കിലും ജനറൽ സെക്രട്ടറി ആകാം. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കണം. അല്ലല്ല, ഒരു പ്രധാനപ്പെട്ട MT രമേശ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതല്ല, അതാണ് ഞാൻ പറയാൻ വന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ തീപ്പൊരി നേതാവ്, അതായത് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ ഒരു വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അവർ ഈ സമരമായിട്ട് ഇറങ്ങിയിട്ടില്ലല്ലോ. കാരണം ശോഭ ഒരു നല്ല രാഷ്ട്രീയക്കാരിയാണ്. ശോഭയ്ക്ക് രാഷ്ട്രീയം അറിയാം. അതുകൊണ്ടാണ് അവർ ഇറങ്ങാത്തത്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ സാങ്കേതിക പ്രശ്നം മനസ്സിലാക്കണം. ഒരു സർക്കാർ കാലാവധി പൂർത്തിയാക്കി പുറത്തു പോകും. അപ്പോൾ അങ്ങനെ സർക്കാരിന്റെ കാലാവധി തീർന്ന് അവസാനത്തെ ക്യാബിനറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർക്കാർ പിന്നീട് സർക്കാരിന് ജിയോ ഇറക്കാനും ഈ പറഞ്ഞ പോലെ ഉള്ള നിർണായക നയപരമായ തീരുമാനം, നമ്മൾ ആ വാക്കെടുത്ത് നയപരമായ ഒരു തീരുമാനം എടുക്കാൻ സർക്കാരിന് കഴിയില്ല. അവിടെ താൽക്കാലികമായിട്ട് ഈ ചീഫ് സെക്രട്ടറിക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അടിയന്തര സാഹചര്യം വന്നു, ചീഫ് സെക്രട്ടറിക്ക് അതിനകത്ത് ഇടപെടാം, ഗവർണറുടെ അടുത്ത് വിഷയമായിട്ട് ചെല്ലാം, ഗവർണർ തീരുമാനിക്കുകയാണ്. അടിയന്തര സാഹചര്യങ്ങളാണ്. അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു. റിസൾട്ട് വരുമ്പം ഈ അധികാര തുടർച്ച കിട്ടിയില്ലെങ്കിൽ ആ കാവൽ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി നേരെ പോയിട്ട് ഗവർണർക്ക് രാജി കൊടുക്കും. അതായത് നിങ്ങൾക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു, അപ്പോൾ ഗവർണർക്ക് രാജി കൊടുക്കും. ഗവർണർ പറയും, ഓക്കെ, നിങ്ങൾ കാവൽ മന്ത്രി മുഖ്യമന്ത്രിയായിട്ട് തുടരണം. മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നയപരമായ ഒരു തീരുമാനത്തിൽ ഒപ്പുവെക്കാൻ പറ്റില്ല. ഒരു ഗവൺമെന്റ് ഓർഡർ ഇറക്കാൻ പറ്റില്ല. കാരണം ഈ ഗവൺമെന്റ് ഓർഡർ വരുന്നത് ഗവർണറുടെ ഒപ്പോടുകൂടി ലോക്ഭവനിൽ നിന്നാണ്. ഇത് മുഖ്യമന്ത്രിക്ക് ഈ ക്യാബിനറ്റ് കൂടി ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്തു എന്ന് പറഞ്ഞ് ഇത് ശുപാർശ ചെയ്യുകയാണ് അങ്ങോട്ട്. ഗവർണറാണ് അവിടെ നിന്ന് ഷൂ വരച്ച് ഇതിനെ നിയമമാക്കി ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നത്. ഗവർണറുടെ ഒപ്പുണ്ടെങ്കിലേ ആ ജിയോയ്ക്ക് വിലയുള്ളൂ, ഇല്ലെങ്കിൽ അതിന് വിലയില്ല.
അപ്പോൾ ഈ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഒരു സർക്കാർ മാറി, തെരഞ്ഞെടുപ്പ് നടന്നു, അടുത്ത അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു, അടുത്തൊരു കക്ഷിക്ക് ഭൂരിപക്ഷം കിട്ടി. അവർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി കാവൽ മുഖ്യമന്ത്രിയായിട്ട് തുടരുകയാണ്. ഈ കാവൽ മുഖ്യമന്ത്രി റെസിഗ്നേഷൻ കൊടുത്തു ഗവർണർക്ക്, എന്നിട്ട് ഇതായിട്ട് തുടരുകയാണ്. ആ സമയത്ത് അടുത്ത മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ് ആ രജിസ്റ്ററിൽ ഒരു ഒപ്പ് വയ്ക്കണം. ഗവർണർ എഴുതിയിരിക്കുന്ന ആ മിനിറ്റ്സിൽ അതിന്റെ അപ്പുറത്ത് ഞാൻ മുഖ്യമന്ത്രിയായിട്ട് എങ്ങനെ നിയമം മൂലം സ്ഥാപിതമായ ഭരണഘടനയെ ആധാരമാക്കിക്കൊണ്ട് ഞാൻ ഈ രാജ്യം ഭരിച്ചുകൊള്ളാം, ഈ സംസ്ഥാനം ഭരിച്ചുകൊള്ളാം എന്ന് പറഞ്ഞാണ് താഴെ ഒപ്പിടുന്നത്. അല്ലാതെ വെറുതെ അല്ല. ഇതിന് നടപടിക്രമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, വകുപ്പുകളുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാത്ത കുറേ എന്താ പറയണ്ടേ, കുറേ ഉണ്ടംപൊരി രാഷ്ട്രീയ നേതാവെന്നും പറഞ്ഞുകൊണ്ട് കുറേ ഉണ്ടംപൊരികൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഇവർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. സത്യത്തിൽ BJPയെ നാണം കെടുത്തരുത്, നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒന്നും നാണം കെടുത്തരുത്. പാർലമെന്ററി ജനാധിപത്യത്തെ അറിയുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റും ഇപ്പോ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ V. മുരളീധരനും ഒക്കെ ഉള്ളപ്പോൾ അവരോടെങ്കിലും ഒന്ന് ചോദിക്കണം. ഈ മണ്ടത്തരം ഞാൻ കാണിക്കാൻ ഈ രണ്ടുപേരും പാർലമെന്റിൽ പോയിരുന്നവരാണ്, നടപടിക്രമങ്ങളിൽ ഏർപ്പെട്ടവരാണ്. ദയവ് ചെയ്ത് BJP നേതാക്കളോടുള്ള ഒരു അഭ്യർത്ഥന, വാജ്പേയിയുടെയും അദ്വാനിയുടെയും പാർട്ടിയാണിത്. അതുപോലെ തന്നെ ആദിപ്രഗത്ഭന്മാരായ പാർലമെന്റേറിയൻസ് സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള പാർട്ടിയാണ്. ഈ പാർട്ടി പിന്നെ ഇത്രയും ഇന്ത്യ മുഴുവനും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയിൽ എന്തുകൊണ്ട് കേരളത്തിൽ 30 MLA ജയിക്കേണ്ടടുത്ത് 3 MLA മാത്രമായി പോയത് എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ ഉത്തരമാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൊറാട്ട് നാടകം. കാസർഗോഡ് MLA ആയിട്ട് മത്സരിച്ച സ്ഥാനാർത്ഥിയെ പിന്നെ അശ്വിനി, എനിക്ക് ആ സ്ത്രീയെ കുറിച്ചൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. കാരണം അവര് ഈ പറഞ്ഞതുപോലെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായി. നോക്കൂ, VD സതീശൻ അധികാരമേറ്റ് അവര് പോയി സമരം ചെയ്തിരിക്കുന്നു. അശ്വിനി സമരം ചെയ്യണമെങ്കിൽ സംഘടന ഓർഗനൈസ് ചെയ്ത സമരമായിരിക്കണം. അതെ, സംഘടന പറഞ്ഞിട്ടായിരിക്കണം. ഏതായാലും സംസ്ഥാന എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഓർഗനൈസിംഗ് സെക്രട്ടറി എടുത്ത തീരുമാനം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അശ്വിനി മാത്രമല്ല, കേരളത്തിലെ പലരെയും അവിടെ ഇവിടെയും പല സ്ഥലങ്ങളിൽ സമരം. അല്ല, നാളെ തൊട്ട് സമരം അങ്ങോട്ട് തുടങ്ങും. അശ്വിനിക്ക് തിരിച്ചു പറയാൻ കഴിയില്ല. ഞാൻ പറയുന്നത് 18-ാം തീയതി അല്ലേ സത്യപ്രതിജ്ഞ പറഞ്ഞിരിക്കണം. ശരി, സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 3 ദിവസം അല്ല 5 ദിവസം വേണ്ട, 24 മണിക്കൂർ കൊടുക്കും. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. ശരി, നിങ്ങൾക്ക് സമരം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ജനങ്ങളുടെ മുന്നിൽ നമുക്ക് പറയാം. ഇത് ജനങ്ങളുടെ മുന്നിൽ നമ്മൾ എന്ത് പറയും? നിങ്ങൾ അതൊന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയെ പാർട്ടിക്കാരും ആഭ്യന്തര കാര്യം തീരുമാനിക്കട്ടെ, അവരെന്ത് വേണേ ചെയ്യട്ടെ. ഈ പറഞ്ഞതുപോലെ ഒരു നിശ്ചിത കാലയളവുണ്ട്. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചില്ലെങ്കിൽ വിവരം അറിയും, ഗവർണർ ഇടപെടും. തീർച്ചയായും രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യും ഗവർണർ. അപ്പോൾ ഇതൊന്നും, ഈ നടപടിക്രമങ്ങളൊന്നും അറിയാതെ സ്വയം അപഹാസ്യരായി ഈ പാർട്ടിയെ കൂടെ നാറ്റിക്കുന്നതിൽ നിങ്ങൾക്ക് ഇതേ അവസ്ഥ തന്നെയാണ് ഇത്. പക്ഷേ കുറച്ചുകൂടി അത് രാഷ്ട്രീയമാണെന്ന് പറയാം. കുറച്ചുകൂടി ഇതേപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ VV രാജേഷ് വന്ന ഉടനെ തുടങ്ങി CPM. ഉടനെ അത് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാ കേട്ടോ. അല്ല, ഒരു മാസം കഴിഞ്ഞില്ല. അല്ല, ശ്രീല ഒന്ന് മനസ്സിലാക്കണം, 45 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ച് വിളപ്പിൽശാല എന്ന ഗ്രാമത്തെ ഒരു ചവർ ഫാക്ടറിയാക്കി അവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കിയ പഴയ മേയറായിരുന്ന, അതായത് അദ്ദേഹത്തിന്റെ കാലത്താണ് അത് തുടങ്ങുന്നത്. ഇപ്പൊ അദ്ദേഹം മന്ത്രിയാണ്. ആ മന്ത്രി നേരിട്ട് വന്ന് മാലിന്യ സംസ്കരണം ഇവിടെ പാളി എന്നും പറഞ്ഞിട്ട് മേയറെ ചീത്തയും വിളിച്ചുകൊണ്ട് സമരത്തിന് തെരുവ് നായ്ക്കളുടെ കാര്യത്തിൽ ഈ 45 കൊല്ലം തെരുവ് നായ്ക്കളെ പിടിക്കണ്ടായിരുന്നു. ഇപ്പൊ BJP അധികാരത്തിൽ കയറിയപ്പോ തെരുവ് നായ്ക്കളെ. അതാണ്, അതായത് ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇപ്പോ മഹിളാ മോർച്ച ആണ്, എനിക്ക് തോന്നുന്നു മഹിളാ മോർച്ചയെ കൊണ്ടാണ് ഈ സമരം ചെയ്യിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. BJPയുടെ നേതാക്കന്മാർ പല സ്ഥലങ്ങളിലും പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 6 മാസത്തിനിടയിൽ, 6 മാസം, ഒരു വർഷത്തിനിടയിലാണ് ഇപ്പോൾ പുതിയ കമ്മിറ്റിയൊക്കെ വന്നിട്ടുള്ളത്. ഒരു വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു സ്ത്രീ വിഷയം, കേരളത്തിലുണ്ടായിട്ടുള്ള സ്ത്രീ വിഷയങ്ങൾ, ഗുരുതരമായ സ്ത്രീ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സ്ത്രീ വിഷയങ്ങളൊന്നും, ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്തി, മെഡിക്കൽ കോളേജിലെ പ്രശ്നം, പിന്നെ നമ്മുടെ കൊല്ലത്ത് ഒരു വ്യാപാരി വ്യവസായിയുടെ ഒരു ഭാരവാഹി
ഒരു പെൺകുട്ടി ആക്സിഡന്റിൽ പെട്ട പെൺകുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിക്ക് പീഡിപ്പിച്ചു. അങ്ങനെ ഗുരുതരമായ വനിതകൾ ഉൾപ്പെടുന്ന മഹിളകൾ ഉൾപ്പെടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊന്നും പ്രതികരിക്കാതെ അത്തരത്തിലുള്ള വിഷയങ്ങൾ കഴിഞ്ഞ 6 മാസത്തിനിടെ ഒരു സമരം പോലും മഹിളാ മോർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മഹിളാ മോർച്ച എന്നല്ല കേരളത്തിലെ വനിതാ സംഘടനകളുള്ളത്, മഹിളാ മോർച്ച മാത്രമാണ് ഒരു സംഘടനയും ചെയ്തത്. പക്ഷേ ഇപ്പോ ഈ സമരം ചെയ്യാൻ വരുന്നതിന്റെ എനിക്കതിന്റെ സാങ്കേതികത്വം മനസ്സിലാവുന്നില്ല. വനിതകൾക്ക് ഫ്രീ കൊടുക്കണം, അത് ഉടനെ തന്നെ, അതായത് 15-ാം തീയതിയായി, അതുകൊണ്ട് 15-ാം തീയതി തന്നെ ഫ്രീ കൊടുക്കണം. ഈ ഫ്രീ തന്നെ ഒരു വലിയ ആപത്താണ്. അത് BJP ചെയ്താലും കോൺഗ്രസ് ചെയ്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്താലും സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമെന്ന് ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും എല്ലാ കാലവും സ്ത്രീകൾ ഇങ്ങനെ സ്ത്രീകൾക്ക് ടിക്കറ്റ് ഫ്രീ, അപ്പൊ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഓഫർ ചെയ്താൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കേരളത്തിൽ 52% സ്ത്രീകളാണ്. ഈ 52% വരുന്ന സ്ത്രീകൾക്ക് ഒരു ടിക്കറ്റ് ഫ്രീ ആയി ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കുമെന്നാണോ? യഥാർത്ഥത്തിൽ അത് ഏറ്റവും വൃത്തികെട്ട ഒരു തീരുമാനമാണെന്ന് ഞാൻ പറയില്ല. ഞാൻ ഈ കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം ശ്രീല നേരത്തെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അതായത് വരുമാനമുള്ള മികച്ച ജോലിയുള്ള നല്ല ശമ്പളമുള്ള സ്ത്രീകൾക്ക് എന്തിനാണ് സൗജന്യം? ഒരു സൗജന്യത്തിന്റെ ആവശ്യം. നേരെ മറിച്ച് വീട്ടുജോലിക്ക് പോകുന്ന പാവപ്പെട്ട സ്ത്രീ അവർക്ക് കൊടുക്കട്ടെ. ഈ പറഞ്ഞതുപോലെ തൊഴിലുറപ്പ് ജോലിക്ക് എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്ക് കൊടുക്കട്ടെ, ക്യാൻസർ അല്ലെങ്കിൽ ഗുരുതരമായ അസുഖങ്ങളുള്ളവർക്ക് കൊടുക്കട്ടെ, അല്ലെങ്കിൽ റേഷൻ കാർഡ് മാനദണ്ഡമാക്കി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തോളൂ. ആരും ഒരു എതിരും എനിക്ക് എന്തായാലും വേണ്ട കേട്ടോ. ഞാൻ ഒരിക്കൽ പോലും ഒരു സൗജന്യവും കഴിയുന്നതും ആരിൽ നിന്നും വാങ്ങരുത്, സർക്കാരിൽ നിന്നും ഒട്ടും വാങ്ങരുത്. കാരണം നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതാണ് ആ പൈസ. അത് അഴിമതിയിലൂടെ രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും തട്ടിയെടുക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം. പക്ഷെ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ രാഷ്ട്രീയക്കാരെ കൊണ്ടുപോകല്ലേ, ഉദ്യോഗസ്ഥന്മാര് കൊണ്ടുപോകല്ലേ, എന്നാ പിന്നെ ഞങ്ങൾക്കും കുറച്ച് സൗജന്യം തന്നാൽ എന്താ? ഈ ചിന്ത നല്ലതല്ല. ഈ ചിന്ത ഒരു പുരോഗതിയിലേക്ക് കുതിക്കുന്ന, ലോകത്തിലെ ഒരു വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിന് നല്ലതല്ല. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊട്ട് ഇങ്ങ് തിരുവനന്തപുരത്തെ മേയർ VV രാജേഷ് വരെ, നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന അങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വരെ ഇത്തരത്തിൽ സൗജന്യം കൊടുക്കാൻ നിന്നാൽ ആ രാജ്യം മുടിഞ്ഞു മുണ്ടക്കോലാകും. ഒരു പുരുഷന്മാർക്ക് അങ്ങനെ ഫ്രീ കൊടുക്കുന്നില്ല കേട്ടോ. എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്കാണ് ഫ്രീ. അതെന്താ നീ മനസ്സിലാവുന്നില്ല? അതെങ്ങനെയാണെന്ന് ഇന്നത്തെ സമ്പദ് വ്യവസ്ഥയിൽ ആലോചിച്ച് നോക്കുക. നിങ്ങൾ സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കണ്ട, നിങ്ങൾ അവസരം കൊടുക്കൂ. സ്ത്രീകൾക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാനുള്ള അവസരം നിങ്ങൾ ഫ്രീ കൊടുക്കണ്ട. അത് ചെയ്യില്ല. അതിന് പകരം എന്താ ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു. ജീവിതകാലം മുഴുവൻ ഫ്രീ കൊടുത്തവരെ വീണ്ടും പഴയ രീതിയിലേക്ക് വീണ്ടും അടിച്ചമർത്തപ്പെടുക. അവരെ അടിച്ചമർത്താൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം, നിങ്ങൾ ഒരു തുണിക്കടയിൽ പോയി, സാരിയും ചുരിദാറും ഒക്കെ സ്ത്രീകളുടെ കടയാണ്. അവിടെ ചെന്നാൽ അവിടെ സൗജന്യങ്ങളുടെ പെരുമഴയാണ്. എന്താ ചെയ്യണമെന്നറിയാമോ? പിന്നെ 2 ചുരിദാർ വാങ്ങിച്ചാൽ ഒരെണ്ണം ഫ്രീ. ഈ 3ാമത്തെ ചുരിദാറിന്റെ വില കൂടെ കയറ്റി ഇട്ടിട്ടാണ് എന്നിട്ടാണ് ഈ സൗജന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇപ്പോ സ്ത്രീകൾക്ക് ഈ ഫ്രീ ബീസ്, അതിപ്പോ കർണാടകയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഡൽഹിയിലും അത് തന്നെയാണ്. BJP സർക്കാർ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. BJP അല്ല ആദ്യം ഇത് തുടങ്ങി വെച്ചത് അരവിന്ദ് കെജ്രിവാൾ. അത് അരാഷ്ട്രീയവാദമാണ്. തീർച്ചയായിട്ടും സ്ത്രീകളെ അത് സ്ത്രീ വിഷയത്തിൽ നിന്ന് നോക്കി ആലോചിച്ച് നോക്കൂ. സ്ത്രീകളെ സൗജന്യം വാങ്ങിക്കുന്നവരായും സൗജന്യത്തിലൂടെ വോട്ട് ചെയ്യുന്നവരായും കേരളത്തിലെ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയം പറയേണ്ടാത്തവരായും ഈ സൗജന്യം കിട്ടുമ്പോൾ അങ്ങ് പിന്നെ കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും സൗജന്യം കിട്ടുമ്പോൾ അങ്ങ് വോട്ട് ചെയ്യുന്നവരായും ഒക്കെ ചിത്രീകരിക്കുന്നത് തുല്യമല്ലേ? ആത്മാഭിമാനം ഇല്ലാതാക്കുന്ന പ്രവൃത്തി. ഇവരുടെ ധാരണ എന്താണെന്ന് അറിയുമോ? സ്ത്രീകളെ പറ്റിക്കാൻ എളുപ്പം. അതെ, അതാണ് സ്ത്രീകളെ പറ്റിക്കാൻ എളുപ്പമാണ്. ഈ ഒരു നരേറ്റീവിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. പക്ഷെ സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ സ്ത്രീകൾ ഇതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുക്കണം. ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഈ ഔദാര്യം വേണ്ട എന്ന് പറയാൻ സ്ത്രീകൾ തയ്യാറാകണം. ഞാൻ പറയുന്നത് ശരിയാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ, ഈ പറഞ്ഞതുപോലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾ, അന്നന്നത്തെ ശമ്പളം കൊണ്ട് ജീവിക്കുന്നു, അവർക്ക് നിങ്ങൾ കൊടുക്കൂ, സൗജന്യം കൊടുക്കൂ, യാത്രാ സൗജന്യം കൊടുക്കൂ, മറ്റു പല ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് ഉൾപ്പെടെ ഈ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുന്നത് പോലെയുള്ള എല്ലാ സൗജന്യങ്ങളും കൊടുക്കൂ. കാരണം സാമ്പത്തികമായി പിന്നിലായി പോയവരെ മുന്നോട്ട് വളർത്തിക്കൊണ്ടുവരാൻ, അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. സർക്കാർ മാത്രമല്ല, ഓരോ പൗരനും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഈ പറയുന്ന സൗജന്യങ്ങൾ ആകാം. അത് ദുർബലരെ ബലപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്, അല്ലാതെ ഈ വോട്ട് തട്ടാനുള്ള പൊറാട്ട് നാടകങ്ങളല്ല. ഇതൊക്കെ സത്യത്തിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പോലെയാണ്. ഇവിടെ അത് BJP എന്ന് പറയുന്ന രാജ്യത്ത് 22 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന
രാജ്യം ഭരിക്കുന്ന എനിക്ക് ഡൽഹിയിൽ സത്യത്തിൽ ഡൽഹിയിലും കർണാടകത്തിലും കേരളത്തിലും ഉള്ളി ഫ്രീ, ബാക്കി ഒരു സ്ഥലത്ത് ഫ്രീ ഉള്ളതായിട്ട് എനിക്കറിയില്ല. മറ്റു പല ഇപ്പം ബംഗാളിൽ തുടങ്ങിയിട്ടുണ്ട്, ബംഗാളിൽ തുടങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇപ്പൊ അമ്മ ക്യാൻറ്റീൻ തമിഴ്നാട്ടിൽ, അത് കുഴപ്പമില്ല. നമുക്ക് ഈ 3 ഇഡ്ഡലിയും സാമ്പാറും ഇതും കൂടി 5 രൂപ, ഒരു ചായയും കൂടി 5 രൂപ, അത് ചെയ്യാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും നല്ല കാര്യം. ഞാൻ പറയുന്ന അതുപോലെ ശ്രീലെ ഇന്ത്യൻ പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ എന്തായിരുന്നു അവസ്ഥ? ചായക്ക് 50 പൈസ, 25 പൈസ. അതിപ്പോ മോഡി വന്നതിന് ശേഷം അത് കൂട്ടിയത്. മോഡി വന്നതിന് ശേഷമാണ് അത് കൂട്ടിയത്. ഞാൻ കണ്ട ഇത്രയേറെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന MP-മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ MLA-മാർക്ക് എന്തിനാണ് ഈ സൗജന്യം കൊടുക്കുന്നത്? ശരി, നിങ്ങൾ ഒരല്പം കുറച്ച് കൊടുത്തോളൂ, പുറത്ത് കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒരല്പം കുറച്ച് കൊടുത്തോളൂ. പക്ഷേ ഈ അതായത് വെളിയിൽ 10 രൂപ കൊടുക്കേണ്ട ഒരു ചായക്ക് അവിടെ 50 പൈസയേ ഉള്ളൂ, അല്ലെങ്കിൽ 1 രൂപയേ ഉള്ളൂ. ഇത് ആരുടെ പണമാണ്? ഈ രാജ്യത്തെ നികുതി പണമാണ് ഈ പോകുന്നത്. വളരെ ചെറിയ തുകയായിരിക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ അത്തരം ക്യാൻറ്റീനുകൾ, ഞാൻ പറയുന്ന അത്തരം ക്യാൻറ്റീനുകൾ ജനങ്ങളുടെ ഇടയിലാണ്. നിയമസഭയുടെ ഒരു ക്യാൻറ്റീൻ, നിയമസഭയിലെ അവർക്ക് ആവശ്യമുള്ള അവിടെ ഉള്ള ഒരു ക്യാൻറ്റീൻ, അത് സാധാരണക്കാരായ സമൂഹത്തിൽ ഏറ്റവും അധസ്ഥിതരായിട്ടുള്ള, അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാത്ത, സാമ്പത്തികമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇത് പറയുമ്പോൾ പിന്നെ 543 MP-മാരല്ലേ ഉള്ളൂ, അവർക്കല്ലേ ഈ ചെറിയൊരു ഇത് കൊടുക്കുന്നൊക്കെയുള്ള ന്യായീകരണം പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 543 പേരെ പോറ്റാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രം എത്രമാത്രം തുകയാണ് ചെലവാക്കുന്നത്. അവർക്ക് ലോകത്ത് എവിടെ പോയി ചികിത്സിക്കാനും പാർലമെന്റിന് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സർക്കാരിൽ നിന്ന് പണം അനുവദിക്കുന്നുണ്ട്. ഇതൊന്നും ഒരു സാധാരണക്കാരന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് സാധാരണക്കാരനെ ബലപ്പെടുത്താൻ, അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പലതും ചെയ്യാൻ കഴിയും. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ ക്യാൻറ്റീൻ, അമ്മ ക്യാൻറ്റീൻ പോലെയുള്ള ക്യാൻറ്റീനുകൾ നിങ്ങൾ 5 രൂപയ്ക്ക് കൊടുക്കണ്ട, നിങ്ങൾ 10 രൂപയ്ക്ക് കൊടുത്തോളൂ, കുഴപ്പമില്ല. 10 രൂപയ്ക്ക് കൊടുത്തോളൂ, 3 ഇഡ്ഡലിയും സാമ്പാറും ഒരു ചായയും കൂടെ 10 രൂപയ്ക്ക് കൊടുത്തോളൂ. അതിന് പിന്നെയും കേൾക്കാനൊരു രസമുണ്ട്. ഇത് സത്യത്തിൽ ഒരു അനാവശ്യമാണ്. ഈ അനാവശ്യം നടപ്പാക്കാൻ വേണ്ടി രാജ്യം ഭരിക്കുന്ന പാർട്ടി തന്നെ സമരവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. എന്തൊരു വൈരുദ്ധ്യമാണ്, എന്തു വിചിത്രമായിരിക്കുന്നു. എത്ര സത്യത്തിൽ ബിജെപിയുടെ നേതൃത്വം, അതെ, ഈ ആഭാസം, വേറെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് നോക്കൂ. ഇപ്പോൾ എന്തായാലും 3 MLA-മാർ ജയിച്ചു. ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാനുള്ള എണ്ണം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് നിങ്ങൾ ഒരു അക്ഷരം മിണ്ടിയോ? നിങ്ങൾ ഒരു പ്ലക്കാർഡ് ഉയർത്തിയോ? ഒരു സമരം ഇക്കാര്യത്തിൽ ചെയ്തോ? ദേവസ്വം ബോർഡിന്റെ മുമ്പിൽ ഹിന്ദു ഐക്യവേദി സമരം ചെയ്തു, ക്ഷേത്ര സംരക്ഷണ സമിതി സമരം ചെയ്തു, മറ്റു പലരും സമരം ചെയ്തു. എവിടെ പോയി കേരളത്തിലെ BJP? എവിടെ പോയി കേരളത്തിലെ BJP നേതൃത്വം? ശബരിമല കേരളത്തിലല്ലേ? ശബരിമല തമിഴ്നാട്ടിലാണോ? ഈ തമിഴ്നാട്ടിൽ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു, കർണാടകത്തിൽ ഉയർന്നു. പക്ഷെ കേരളത്തിലെ BJP അങ്ങനെ ഒരു വിഷയം അറിഞ്ഞിട്ടേ ഇല്ല. തലയിൽ കൂടെ മുന്നോട്ട് നടക്കുക. ഇപ്പൊ സ്ത്രീകളെ വെച്ച് ഈ സമരം ചെയ്യാൻ ഒരുങ്ങുന്നതും ഇത്തരത്തിലുള്ള സമര സത്യത്തിൽ എന്തിനാണെന്ന് എനിക്ക് യാതൊരു ഊഹം കിട്ടുന്നില്ല. കാരണം ഇപ്പൊ ആലോചിച്ച് നോക്ക്, എത്ര സ്ത്രീ വിഷയങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളുണ്ട്. ഇത് വളരെ വളരെ ലളിതമാണ്. എന്താണെന്ന് ഞാൻ പറയാം. ഇത് ചില ആൾക്കാരെ വളർത്താൻ വേണ്ടിയിട്ട്, അതായത് ഇനിയിപ്പോ 5 കൊല്ലം മുമ്പിലുണ്ട്, നമുക്ക് 3 MLA-മാരെ കിട്ടി. ഇനി ചിലരെ നമുക്ക് പറഞ്ഞതുപോലെ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലരെ സ്വന്തക്കാരെ വളർത്തിയെടുക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണിത്. അതല്ലാതെ ഇതിനകത്ത് യാതൊരു ആത്മാർത്ഥതയും ഇല്ല. BJPക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ, സ്ത്രീ സുരക്ഷയ്ക്ക് ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. അതിനെതിരെയാണ് നിങ്ങൾ സമരം ചെയ്യേണ്ടത്. ഇവിടുത്തെ പോലീസ് നിഷ്ക്രിയമായിരിക്കുന്നു. സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ കാര്യത്തിൽ അതിശക്തമായ നിലപാട് വേണം. അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ, അങ്ങനെ മറ്റു പല വിഷയങ്ങളും, ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് BJP മുന്നോട്ട് വരികയാണ് വേണ്ടത്. അല്ലാതെ ഇത്തരം പറാട്ട നാടകങ്ങൾക്ക് കുടപിടിക്കുകയല്ല വേണ്ടത്. അതാണ് BJP നേതാക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത്.